ഗുഡ് മോർണിംഗ് ഓൾ. കേരള PSC വ്യത്യസ്ത സബ്ജക്റ്റുകളിലേക്ക് HST ആപ്ലിക്കേഷൻ ക്ഷണിച്ച് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. സബ്ജക്റ്റിൽ B.Ed കഴിഞ്ഞവർക്ക് അവർ സ്വപ്നം കാണുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് HST എന്നുള്ളത്. ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ലാസ്റ്റ് PSCയിൽ പ്രൊവൈഡ് നൽകിയിട്ടുള്ള സിലബസ് ഏറ്റവും അവസാനം ബിഫോർ 3 years എക്സാം നടക്കുമ്പോൾ PSC അവരുടെ സൈറ്റിൽ അവൈലബിൾ ചെയ്തിട്ടുള്ള സിലബസിന്റെ ഒരു ചെറിയൊരു ഡിസ്കഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ദ പാർട്ട് എ, എല്ലാ സബ്ജക്റ്റുകൾക്കും കോമൺ ആയിട്ട് വരുന്ന പാർട്ട് എയുടെ ഡിസ്കഷൻ, ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ സബ്ജക്റ്റുകൾക്കും രണ്ട് പാർട്ടുകളാണ് സിലബസിൽ ഉണ്ടാവുക. ഒന്ന് പാർട്ട് എ, സെക്കൻഡ് പാർട്ട് ബി എന്നുള്ളത്. അതിൽ പാർട്ട് ബി എന്നുള്ളതാണ് നമ്മുടെ സ്പെസിഫിക് സബ്ജക്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ ഏറ്റവും വെയിറ്റേജ്, ഏറ്റവും കൂടുതൽ മാർക്കുകൾ, ചോദ്യങ്ങൾ ഉണ്ടാവുക. ആ ഏരിയ നമ്മുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചോദിക്കുക. അതേസമയം പാർട്ട് എയിൽ 3 മൊഡ്യൂളുകളാണ് കഴിഞ്ഞ തവണത്തെ സിലബസിൽ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ അതേ സിലബസ് തന്നെ വിത്തൗട്ട് ചേഞ്ച് ഈ വർഷവും PSC സ്വീകരിച്ചേക്കാം. അപ്പൊ നമുക്ക് ഈ സമയത്ത് അതൊരു ഷുവറായിട്ട് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഇതിലുള്ള പല ടോപ്പിക്സും ഈവൻ ചേഞ്ച് വരികയാണെങ്കിൽ പോലും ഒരു ഒരു വളരെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പാർട്ട് എയിൽ 3 മൊഡ്യൂളുകളാണുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂൾ റിനൈൻസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്. റിനൈൻസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ജനറൽ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ ഒരു പ്രിപ്പറേഷൻ ആ ഒരു ഏരിയയിൽ വലിയ രീതിയിൽ മൊഡ്യൂൾ 1ലും മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇതും ജനറൽ PSCക്ക് വേണ്ടി ആവശ്യമുള്ള കാര്യമാണ്. ഫസ്റ്റ് 2 മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. നമ്മൾ B.Ed ചെയ്യുമ്പോൾ എല്ലാവരും പഠിച്ചിട്ടുള്ള അവരുടെ ഒരു സബ്ജക്റ്റാണ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പാർട്ടാണ് ഈ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. എല്ലാ സബ്ജക്റ്റിനും സെയിം സിലബസ് ആണ് ഈ ഒരു പാർട്ടിലുള്ളത്. ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ഹിസ്റ്ററി, കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ് ആൻഡ് നാച്ചർ, സ്കോപ്പ് ഓഫ് ദി സബ്ജക്റ്റിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്, അതിന്റെ സിഗ്നിഫിക്കൻസുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ സ്പെസിഫിക് സബ്ജക്റ്റിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻ. നമ്മുടെ സ്പെസിഫിക് സബ്ജക്റ്റിന് മറ്റു സബ്ജക്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അത് മറ്റു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ദെൻ എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ്, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ഓൾഡ് ആൻഡ് റിവൈസ്ഡ്. പുതിയതും പഴയതുമായിട്ടുള്ള ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ബ്ലൂംസ് ടാക്സോണമി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്ലൂംസ് ടാക്സോണമിയാണ്. അതിന്റെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി, ആ കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ പഠനം നടത്തിയിരിക്കണം. ദെൻ പെഡഗോജിക് അനാലിസിസ്. ആ ടേം പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആൻഡ്രോളജി എന്താണെന്ന് മനസ്സിലാക്കണം, പെഡഗോജി എന്താണെന്ന്, അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ രീതിയിൽ ആ കാര്യങ്ങൾ, പെഡഗോജിയായി ബന്ധപ്പെട്ടുള്ള പ്രിൻസിപ്പിൾസ്, അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവണം. Then planning of instruction at secondary level, need and importance, psychological base of teaching the subject, implications of Piaget, Brunner, Gagne, Vygotsky, Oswald, Gardner, ഇൻഡിവിജ്വൽ ഇത്രയും പേരുടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഫിലോസഫർ, സൈക്കോളജിസ്റ്റ് പിയാഷെ, സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, വൈഗോസ്കി, ഓസ്വെൽ ആൻഡ് ഗാർഡനർ. ഇവിടെ അതുകൂടാതെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ള ടോപ്പിക്, മോട്ടിവേഷൻ എന്നുള്ള ടോപ്പിക്, മാക്സിംസ് ഓഫ് ടീച്ചിങ്, ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ UPSC എക്സാം എഴുതിയവര് മലയാളത്തിലായിരിക്കും അവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ HST ലെവലിൽ, HSA ലെവലിലേക്ക് വരുമ്പം HSA മാറി മാറി യൂസ് ചെയ്യുന്നത്. ബിഫോർ 3 years ഈ ഒരു പോസ്റ്റ് അറിയപ്പെട്ടിരുന്നത്, കാലങ്ങളായിട്ട് അറിയപ്പെട്ടിരുന്നത് HSA എന്നുള്ളതായിരുന്നു, ഹൈസ്കൂൾ അസിസ്റ്റന്റ്. പക്ഷെ ഇപ്പൊ നിലവിൽ ഒരു ലാസ്റ്റ് 2 years മുതൽ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ആ പോസ്റ്റിന്റെ പേര് തന്നെ HST എന്നാക്കി മാറ്റി. HST ഹൈസ്കൂൾ ടീച്ചർ എന്ന് തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു HST ലെവലിലേക്ക് വരുമ്പം നിങ്ങൾ ഈ പാർട്ട് ക്വസ്റ്റ്യൻസ്
ഇംഗ്ലീഷിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ പിന്നെ മലയാളത്തിൽ സൈക്കോളജി പഠിക്കുന്നതിന്റെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ദെൻ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. Methods and strategies different, there are different strategies, different methods. Then models of teaching, then techniques of individualized instruction, the techniques. Then curriculum definitions, principles, modern trends and organizational approach, കരിക്കുലർ റിഫോംസ്, NCF, KCF, കുറേ ഏറ്റവും പുതിയ റിഫോംസ് ഒക്കെ NCF-ഉം KCF-ഉം വന്നു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് അതിലൂടെ കണ്ണോടിച്ച് പോകേണ്ട ആവശ്യമുണ്ട്. ദെൻ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ്, ലബോറട്ടറി, ലൈബ്രറി ക്ലബ്ബ്, ലൈബ്രറി, മ്യൂസിയം, വിഷ്വൽ ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസോഴ്സ്, റിസോഴ്സ്, ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക് ആൻഡ് ഹാൻഡ് ബുക്ക്. ഈ കാര്യങ്ങളൊക്കെ ഹാൻഡ് ബുക്കൊക്കെ വളരെ പ്രധാനമാണ്. ഹാൻഡ് ബുക്കിലൂടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് കടന്നു പോകണം. അത് പല രീതിയിൽ നമ്മൾ സബ്ജക്ട് റിലേറ്റഡ് പാർട്ടൊന്നും ഹാൻഡ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാവുന്നതാണ്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിന്റെ ഹാൻഡ് ബുക്ക് ഒക്കെ വെരി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദെൻ അസസ്മെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്സ്, അത് ഇവാലുവേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ, കോൺസെപ്റ്റ്, purpose, types of assessment, principles of assessment and evaluation. Then modern techniques, CCE and grading, tools and techniques, qualities of a good test, types of test items, evaluation of projects, seminars and assignments, achievement test, then diagnostic test, construction, how to construct that test, those tests, then characteristics, interpretation and remediation, and then teacher related ആയിട്ടുള്ള കാര്യങ്ങൾ, qualities and competencies, different roles, personal qualities, essential teaching skills and micro teaching, action research. ഇത്രയുമാണ് പാർട്ട് എയിൽ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ചില ജനറൽ ആയിട്ടുള്ള മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ICT ആൻഡ് ഇന്റഗ്രേഷൻ ഇൻ ടു ദ ടീച്ചിങ് എന്നുള്ള ഈ ഏരിയയിൽ നിന്നുള്ള ഒരു ചില കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് കാര്യമായിട്ട് നമ്മുടെ പാർട്ട് എ എന്ന് പറയുന്നത്. വളരെ സിലബസ് കൊടുത്തിട്ടുള്ളത് വളരെ ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലും നമ്മൾ ഇതിന്റെയൊക്കെ ഡെപ്തിലേക്ക് ചോദ്യം ഏത് രീതിയിലും PSCയുടെ ഒരു നാച്ചർ നമുക്കറിയാം. അത് ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരാം. അപ്പം ആ രീതിയിൽ ഇതിന് നമ്മളൊരു കോംപ്രഹെൻസീവ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.